കംപ്ലീറ്റ്ലി ഫ്യൂൽ ഫ്രീ ഇൻസിനറേറ്ററാണ്. എന്ന് പറഞ്ഞാൽ സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റിനാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. നമുക്കിതിൽ എല്ലാ രീതിയിലുള്ള വേസ്റ്റും നോർമലി നമുക്ക് കത്തിക്കാവുന്ന ഏത് വേസ്റ്റും, അതായത് എത്ര വെറ്റാണെങ്കിലും ഏത് കണ്ടീഷനിലാണെങ്കിലും നമുക്കിതിൽ ഇൻപുട്ട് വരും. അപ്പോൾ നമ്മളിത് ഫ്യൂൽ ഫ്രീ ആയിട്ടാണ് നമ്മളിത് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ മിനിമം വെറ്റ് വേസ്റ്റ് ഡ്രൈ വേസ്റ്റ് റേഷ്യോ മിനിമം 1:1 ആയിരിക്കണം. അതായത് 50% വെറ്റ് വേസ്റ്റ് ഉണ്ടെങ്കിൽ മിനിമം അത്ര തന്നെ ഡ്രൈ വേസ്റ്റും വേണം. അതിൽ കൂടുതൽ ഡ്രൈ വേസ്റ്റിന് എത്ര വന്നാലും നമുക്ക് കുഴപ്പമില്ല. ഇൻ കേസ് നമ്മൾ ഉദ്ദേശിച്ച പോലെ ഡ്രൈ വേസ്റ്റ് നമുക്ക് അത്ര തന്നെ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള വെറ്റ് വേസ്റ്റ് കൂടുതലാണെന്നുണ്ടെങ്കിലും നമുക്ക് ഒരു LPG ബർണർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് ബേൺ ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ഡെമോ ആണ് നമ്മളിപ്പോൾ കാണിച്ചു തരുന്നത്. ഓക്കെ, നമുക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ കത്തിക്കാൻ പോകുന്നത് ഇത്തരം ഐറ്റംസ് ആണ്. ഇത് ഫുള്ള് ഡയപ്പറും കാര്യങ്ങളൊക്കെ. അഡൽട്ട് ഡയപ്പറാണ് ഇതിലുള്ളത്. നമ്മളിവിടെ ഒരു ഹോം കെയറിലാണുള്ളത്. ഓക്കെ, നമ്മളിപ്പോൾ ഈ സിസ്റ്റം മൊത്തത്തിൽ നമ്മളിപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ നല്ല ക്വാളിറ്റിയിലുള്ള സ്റ്റീൽ തന്നെയാണ് നമ്മളിത് മൊത്തത്തിൽ മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കംപ്ലീറ്റ്ലി കൊറോഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണിത്. തുരുമ്പോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പിന്നെ നമുക്കറിയാലോ നമ്മുടെ നാട്ടിലൊരു കാലാവസ്ഥയ്ക്കും എല്ലാത്തിനും നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ്. പൈപ്പിംഗ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. നമ്മുടെ ബോഡി മൊത്തത്തിൽ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. നമ്മുടെ സ്റ്റെയർ A to Z. പിന്നെ നമ്മളിപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ ഡയപ്പറും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വെറ്റ് വേസ്റ്റിൻ്റെ കൂടെ ഡ്രൈ വേസ്റ്റ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ 1:1 ഡ്രൈ വേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും ഇത് ഫ്യൂൽ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ കംപ്ലീറ്റ്ലി ഡയപ്പറാണ് ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇട്ടേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു അസിസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഒന്ന് LPG ബർണർ യൂസ് ചെയ്തിട്ട് നമ്മളൊന്ന് ഫയർ ചെയ്യാനുള്ള ഒരു സിസ്റ്റത്തിലേക്കാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പറേറ്റ് ചെയ്ത് നോക്കാം. ഇത് സിമ്പിളാണ്. ഒരു ചെറിയ സിലിണ്ടർ, അതിലേക്കുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഫ്ലാഷ് ബാക്ക് അറസ്റ്റർ എന്ന് പറയും. ഇത് നമുക്ക് ഇൻ കേസ് ഇവിടെ തന്നെ എന്ത് ഡാമേജ് സംഭവിച്ചാലും തിരിച്ച് നമ്മുടെ സിലിണ്ടറിലേക്കോ ബാക്കിയുള്ള കാര്യങ്ങളിലേക്കോ പോയിട്ട് ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ ഉണ്ടാവാതെ നോക്കും. സേഫായിട്ടാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ നോബ് വരുന്നത്. നമ്മൾ ഒന്നുമില്ല, ഫസ്റ്റ് ഇത് ടൈറ്റ് ചെയ്യാം, റെഗുലേറ്റർ ഓൺ ആക്കാം, ദെൻ ജസ്റ്റ് ടേൺ ഓൺ ദ നോബ്. നമ്മുടെ ബർണർ ഓൺ ആയിട്ടുണ്ട്. നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം.